ഹായ്, വെൽക്കം ടു ഓൾ തിങ്സ് ലൈഫ്. ഇന്ന് നമ്മൾ ഒരു ഉടുപ്പി സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഉടുപ്പി സാമ്പാർ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ചും അത് അതിൻ്റെ ഫ്ലേവർ നോർമലായിട്ടുള്ള സാമ്പാറിനെക്കാട്ടിയും സാധാ സാമ്പാറിനെക്കാട്ടിയും കൂടുതൽ ഫ്ലേവറും ഇതൊക്കെ ഉള്ള കാരണം ഇവിടെ വീട്ടിലെല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഉടുപ്പി സാമ്പാറിൻ്റെ പ്രോസസ്സിൽ നമ്മൾ കുറച്ച് മസാലകൾ വേണം അതിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിൽ മസാല അത് പൊടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കണത്, വറുത്ത് പൊടിച്ചിട്ട്. അപ്പോൾ അതിന് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മല്ലി ഒരു 2 ടേബിൾ സ്പൂൺ, പിന്നെ പരിപ്പ്, സാദാ പരിപ്പ് അത് 1 ടേബിൾ സ്പൂൺ, പിന്നെ ഉഴുന്ന് 1 ടേബിൾ സ്പൂൺ, ഉലുവ 1 ടീസ്പൂൺ, ജീരകം നല്ല ജീരകം 2 ടീസ്പൂൺ, ഒരു 10-12 ഉണക്കമുളക്, ഉണക്കമുളക് 10-12 ഉണക്കമുളക്, പിന്നെ കുറച്ച് കായം, അത് ആവശ്യത്തിന് ലാസ്റ്റ് ഇട്ടാൽ മതി വറുക്കുമ്പോൾ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കണം, എന്നിട്ട് അത് പൊടിക്കുക. അങ്ങനെയാണ്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് കഷ്ണങ്ങൾ, അത്യാവശ്യം കഷ്ണങ്ങൾ വേണം. ഇതിൽ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ മത്തങ്ങ, ഒരു 1/2 കഷ്ണം സവാള, കുറച്ച് വെണ്ടയ്ക്ക, ഒരു 3-4 വെണ്ടയ്ക്ക, പിന്നെ ഒരു വഴുതനങ്ങ, പിന്നെ അതിൽ ഒരു 3 പച്ചമുളക്, പിന്നെ സാമ്പാറിലേക്ക് ഇടാനുള്ള 2 തക്കാളി, പരിപ്പ് ഒരു 1/2 ഗ്ലാസ്സോളം 3/4 ഗ്ലാസ്സോളം പരിപ്പ്. മസാല ഒക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പൊടിച്ചെടുക്കണം. നമുക്ക് മിക്സിയിൽ നല്ല പൊടിച്ചെടുക്കണം.